guys, welcome back to my video. And here it is, my happy second wedding anniversary. Thank you. 2 ദിവസം മുമ്പായിരുന്നു ഗൈസ്. അതിന് വ്ളോഗും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് പോവാം. ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തുനിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു എന്താ പറയുക സർപ്രൈസിങ് സ്ഥലം. ഞാൻ ഒരു 30ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കല്യാണത്തിന് ശേഷം. യെസ് ഗൈസ്, ഞങ്ങൾ മൂന്നാറേക്ക് പോവുകയാണ്. കൊല്ലത്തുനിന്ന് എമിക്കുട്ടനും ഷിണ്ടുവും അളിയനും പിന്നെ എൻ്റെ അനിയൻ പൊട്ടനും പിന്നെ ഉമ്മയും കൂടി ഓൾറെഡി അവർ മൂന്നാറേക്ക് തിരിച്ചിട്ടുണ്ട് കൊല്ലത്തുനിന്ന്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് ആക്ച്വലി ചെറിയ പനിയുണ്ട് ഗൈസ്. അതുകൊണ്ട് മുഖമൊക്കെ ഭയങ്കര കടുത്ത് സൗണ്ടൊക്കെ മാറിയിരിക്കുവാണ് ഗൈസ്. അപ്പം ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറാണ് കാണിക്കുന്നത്. നോ ഐഡിയ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. ഹാപ്പി ജേർണി. ഹലോ യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാർക്ക് പോയി. ഞങ്ങളിപ്പോൾ എറണാകുളത്തുനിന്ന് വരും ഈ ഒരു റൂട്ടിലാട്ടോ പോവാം. പക്ഷെ എപ്പോഴായാലും ഞാൻ ഈ ഒരു റൂട്ടിൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. കടമ്പറയാർ അടുത്താന്ന് തോന്നുന്നു ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഒഫീഷ്യൽ എൻട്രൻസ് ഓഫ് മൂന്നാർ എത്തി. ഈ ഒരു പാലത്തിന് ഞങ്ങൾ ഒഫീഷ്യൽ എൻട്രൻസ് ഓഫ് മൂന്നാർ എന്നാണ് ഗൈസ് പറയുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി, മൂന്നാർ മാറ്റി ആനക്കുളത്തേക്കാക്കി. കാരണം മൂന്നാർ സൺഡേ പോകാം എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ട് ഞങ്ങൾ ആനക്കുളം ആക്കി. അങ്ങനെ അവർ ഓൾറെഡി കുറച്ച് നേരം മൂന്നാറൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ മാങ്കുളത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ മാങ്കുളത്തെത്തി അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ? എവിടാ? മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. എനിക്ക് പനിക്കൂടി ഗൈസ്. എനിക്ക് മൂക്കൊക്കെ അടഞ്ഞ് ചെവിയൊക്കെ അടഞ്ഞ് പ്രശ്നമാണ്. ഞങ്ങളിപ്പോൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ എത്തി. വെയിറ്റിംഗ് ഫോർ ഷിൻഡു ആൻഡ് അവർ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമോ. ഇനി ഇവിടെ നിന്ന് ഒരുമിച്ച് വേണം ആനക്കുളത്തോട്ട് പോയിട്ട് ആനയെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു ഇന്നെങ്കിലും. കഴിഞ്ഞ പ്രാവശ്യം, ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് അല്ലേ നമ്മൾ ആനയെ കാണാൻ വരുന്നത്. ഇനി ഇന്നും ആനയെ കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ സ്ഥലത്തോട്ട് ഇനി ഞാൻ വരത്തില്ല. ഞങ്ങളിത് ഇപ്പം മാങ്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു മഞ്ഞ ബോർഡൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നാൽ നിന്നത്. ആക്ച്വലി അവിടെ നിന്ന് കിട്ടിയ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ആയിരുന്നു നിന്നത്. അവരെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 10-20 മിനിറ്റ് നിന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോയും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം നല്ല നൈസായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരാന്ന് കാണിക്കണോ? കൈസിൻ്റെ അടുത്ത് സംസാരിക്കടാ. എന്തൊക്കെ ഉണ്ട് കൈസ് വിശേഷം? സാമൊക്കെ വീഡിയോ കാണും. എന്നാ ഹായ് പറ സാറിന്. ഗൈസ്, ഞങ്ങളിപ്പം മാങ്കുളത്തെത്തിയിട്ടുണ്ട്. മാങ്കുളത്തെത്തിയപ്പോൾ എമീനെ പിടിച്ച് ബാക്കി എല്ലാവരും പുറകെ ഞങ്ങളാ ഫസ്റ്റ് പോകും. അങ്ങനെ ഞങ്ങളിത് ആനക്കുളത്തെത്തിയപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ടായി. എൻ്റെ അമ്മ എന്തൊരു തിരക്കായിരുന്നെന്നറിയാമോ? അതൊരു കുഞ്ഞ് ജംഗ്ഷനാണ് ഗൈസ്. അവിടെ നല്ല തിരക്കായിരുന്നു. കാരണം ഞങ്ങൾ പോയത് സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. പറയണ്ടല്ലോ, വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും കൂടെ. പിന്നെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ആയി എന്ന് വിചാരിക്കുവാണെങ്കിൽ അല്ല, ഒരാന വന്ന് ഗൈസ്. കാരണം ഇനി ഇവിടെ ആന വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പം അതുകൊണ്ടായിരിക്കണം ഒരാന ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഇത് ഒറ്റയാന. അങ്ങനെ ആ ഒരു ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കുറേ നേരം നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് പോയത് ഗൈസ്. ഞങ്ങളങ്ങനെ ഫൈനലി ഒരു സ്റ്റേ കണ്ടെത്തിയത്. ഷിൻഡു വാ. ഗൈസ്, ഞാൻ കയ്യില്ലാത്ത ഉടുപ്പിടുന്നേരം എന്നെ അപമാനിച്ചിട്ടിരുന്ന് ചിരിക്കുന്നു. ഷിൻഡു ഇങ്ങോട്ട് നോക്ക്. അളിയ 2 വാക്ക് പറയൂ. ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ ആക്ച്വലി ആനക്കുളത്താട്ടുള്ളത്. ആനക്കുളത്ത് ഞങ്ങളൊരു സ്റ്റേയിലാവുന്നേക്കുന്നത്. അപ്പം ആ സ്റ്റേയിൽ നിന്ന് ഇവിടെ അടുത്ത ആനക്കുളം. ഞങ്ങളിന്ന് ഒരാനയെ കണ്ടുള്ളൂ. ആ വീഡിയോ കണ്ടില്ലേ? പക്ഷെ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ആന പോയിട്ട് ഒരു എക്സ്ട്രാ ഒരു 6 ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി പോവാ. എമി, ആനയെ കാണാൻ പോവാം. അവൻ എൻ്റെ ഫോണിനകത്ത് വീഡിയോ എടുക്കും. അമ്മി ഹായ്, ആനെ കാണിച്ചു തരാം ഗൈസ്.
ആനെ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ് ഗൈസ്. ഇതൊരു വീടാണേ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് റൂം ടൂർ ഞാൻ നാളെ കാണിച്ചു തരാം. ചടാൻ ആനക്കുളത്ത് ഒത്തിരി ആനയെ കണ്ട് കഴിച്ച് ഞങ്ങളെത്തി. എന്താ സംഭവിച്ചാൽ അപ്പുറത്തൊരു കാടുണ്ട്. ആ കാട്ടിൽ നിന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് ആനകൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വരും. ഇതൊരു ഫേമസ് സ്പോട്ടാണ്. അപ്പം ഞങ്ങളും ആനയെ കാണാൻ വേണ്ടി വന്നൊരു കുഞ്ഞ് ആനയൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. അപ്പം എനിക്ക് നല്ല പനിയായി ഗൈസ്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ലപോലെ പനിയാട്ടോ. മൂടിപ്പീനൊക്കെ ആയി, ചൂടായി. അപ്പം ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഒരു കിടിലൻ സ്റ്റേ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ പറയാമെന്ന്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ഇൻ ആനക്കുളം. ഇതൊരു വീടാണ്. അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ഇൻ ആനക്കുളം. ഇപ്പോൾ ആനക്കുളത്ത് വന്നിട്ട് സ്റ്റേ നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ചെറുതായിട്ട് ഹെൽപ്ഫുൾ ആവും. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പീസ്ഫുൾ സ്ഥലമാണ്. അതിന് പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല, വണ്ടികളുടെ ശബ്ദമില്ല. പിന്നെ രാത്രി 12 മണിക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ആര്യനെ കണ്ടിട്ട് വരാം. എമി ഹായ്, അവനും വ്ലോഗ് എടുക്കുവാണ് ഗൈസ്. അപ്പം ഞാൻ ആ വീട് ഫുള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് സറൗണ്ടിങ്സും വീട് ഫുള്ളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി സ്റ്റേ ആണ്, നല്ല ക്ലീനാണ്. നമ്മുടെ സ്റ്റേയെ പറ്റി 2 വാക്ക് പറയും. സൂപ്പറാണ്, നല്ലതാണ്, എല്ലാം അടിപൊളിയാണ്. ഹായ്, സ്റ്റേയെ പറ്റി 2 വാക്ക്. സ്റ്റേ നല്ല സ്റ്റേ ആയിരുന്നു. ഫാമിലിക്ക് ബെസ്റ്റ് ആണ്. ഈവൻ ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്യാം, കാരണം ഗ്രൂപ്പായിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ്. ചെല്ലുമ്പം തന്നെ ഇത് ഹാളില് ചെയേഴ്സും അതേപോലെ തന്നെ ഒരു ടേബിളും TV ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സാധനങ്ങളാണ് ഗൈസ്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ 2 ബെഡ്റൂം ആക്ച്വലി ഇവിടെ ഉള്ളത്. 2 ബെഡ്റൂമിലും ബെഡ് 2 എണ്ണം വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ബെഡ്, ഇത് മറ്റൊരു ബെഡ്. കർട്ടൻസും ഫാൻ, ലൈറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. പിന്നെ ഒരു കബോർഡും ഉണ്ട്. കണ്ടോ, കബോർഡും ഇതൊക്കെ ഉണ്ട്. മിറർ ഇത് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് മാത്രമാണ് മിററായിട്ടുള്ളത്. പിന്നെ വാഷ്റൂമും ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ വാഷ്റൂമാണ് ഗൈസ്. വാഷ്റൂമാണ്. പിന്നെ ഈ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമും എക്സാക്ട്ലി സെയിം അതേപോലെ തന്നെയാണ്. 2 ബെഡ് അവരിട്ടിട്ടുണ്ട്. 2 ബെഡും അതേപോലെ ഒരു ബാത്റൂമും. അതെ, ഈ ബെഡിലാണ് ഗൈസ് എമി ഇന്നലെ കിടന്നുറങ്ങിയത്, ഈ ബെഡിൽ അല്ലേ എമി? കിച്ചണിൽ ഇപ്പം ഇഫ് ഇൻ കേസ് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. ഗ്യാസ് ഉണ്ട്, അതേപോലെ പ്ലേറ്റ്, സ്പൂണ്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഇപ്പം ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ച സ്റ്റേയാണ്. ഞങ്ങളങ്ങനെ പ്രീ ബുക്ക് ചെയ്തിട്ട് വന്നതൊന്നുമല്ല. സോ ഗുഡ്. അപ്പം സ്റ്റേ ഒന്നും ഇല്ലാഞ്ഞിട്ട് കണ്ടുപിടിച്ചൊരു സ്റ്റേയാണ്. ഇവിടെ ഒരു ചേച്ചി തന്ന നമ്പറായിരുന്നു. വേണമെങ്കിൽ ഞാൻ ആ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇഫ് യു ഗൈസ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പം ഇവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഹോം സ്റ്റേ ആണ്. കാരണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ താമസിച്ച ഒരു കുഞ്ഞു വീട്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു വീട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നൊരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ വീടിനോട് ചേർന്നൊരു വീടാട്ടോ ഇത്. അവിടെയും ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ട്രാവലറിൽ വന്ന ഹോൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അവർ രാത്രി വന്ന് കുക്കൊക്കെ ചെയ്തായിരുന്നു അവിടെ നിന്നത്. പിന്നെ ഇതിന് മുകളിലേക്ക് ഫുള്ള് റബ്ബർ തോട്ടം കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മൂന്നാർക്ക് പോയി. പിന്നെ മൂന്നാർ വൈകുന്നേരം വരെ നിന്നിട്ട് ഞങ്ങൾ രാത്രിയായിരുന്നു മൂന്നാറിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.